ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മുടെ റഫേൽ യുദ്ധവിമാനങ്ങൾ 5 എണ്ണം പാകിസ്ഥാൻ വെടിവെച്ചിട്ടു, 7 എണ്ണം വെടിവെച്ചിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ വാർത്താ പ്രചാരണം പാകിസ്ഥാൻ ബോധപൂർവം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് ചൈനയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. സോ ചൈനയ്ക്കും പാകിസ്ഥാന്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ യുദ്ധവിമാനങ്ങൾ വിറ്റുപോകണം. ചൈനയ്ക്ക് J-10 കച്ചവടം ചെയ്യണം. അതുപോലെ പാകിസ്ഥാനോടൊപ്പം ചേർന്ന് നിർമ്മിക്കുന്ന JF-17 കച്ചവടം ചെയ്യണം. 5ാം തലമുറ യുദ്ധവിമാനം എന്നും പറഞ്ഞും കൊണ്ടൊരു സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് കച്ചവടം ചെയ്യണം. സോ അപ്പൊ അതുകൊണ്ട് അതിന് തടസ്സം നിൽക്കുന്ന എയർക്രാഫ്റ്റുകളൊക്കെ തന്നെ മോശമാണെന്ന് വരുത്തി തീർക്കണം. അതിൽ അവർക്കൊരു വലിയ ഒരു ചലഞ്ചായിട്ട് തോന്നിയ എയർക്രാഫ്റ്റ് ആയിരുന്നു റഫേൽ യുദ്ധവിമാനങ്ങൾ. ഇന്ത്യ ആ യുദ്ധവിമാനങ്ങൾ വാങ്ങിയതോടെ ഒരുപാട് രാജ്യങ്ങൾക്ക് അതിൽ താല്പര്യം തോന്നി. അതിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, ഇന്തോനേഷ്യ ഉണ്ടായിരുന്നു, ഗ്രീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്രൊയേഷ്യ, അങ്ങനെ കുറെ രാജ്യങ്ങൾക്ക് ഈ റഫേൽ യുദ്ധവിമാനങ്ങൾ കൂടുതൽ വാങ്ങാനുള്ള ഒരു താല്പര്യം വന്നു. കാരണം ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം വാങ്ങണമെങ്കിൽ അത്രയും നല്ലൊരു വിമാനമായിരിക്കണമല്ലോ. ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനുമാണ്. സോ ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെ, ആണവ രാഷ്ട്രങ്ങൾക്കെതിരെ ഉപയോഗിക്കാനായിട്ട് ഇന്ത്യ തെരഞ്ഞെടുത്ത യുദ്ധവിമാനമാണ് റഫേൽ യുദ്ധവിമാനം. സ്വാഭാവികമായിട്ട് അപ്പൊ അത് നല്ലൊരു വിമാനമാണെന്ന പ്രതീതി അപ്പോൾ തന്നെ വരും. അത്രയ്ക്കും ഒരു മാർക്കറ്റിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇന്ത്യയുടെ തീരുമാനങ്ങൾക്ക്. ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിനു ശേഷം ഒരുപാട് ഓർഡറുകൾ ഈ ഫ്രാൻസിന് കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒരു വ്യാജ പ്രചാരണം ഉണ്ടായത്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇതോടെ റഫേൽ യുദ്ധവിമാനങ്ങൾ തീർന്നു എന്ന്. സോ ഇന്നലെയൊക്കെ യൂറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ പറ്റണില്ല ഇപ്പോ ഫ്രാൻസിന്. അമ്മാതിരി ഓർഡർ, ഒടുക്കത്തെ ഓർഡർ സമയത്തിന് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റാതെ വേറെ എവിടെയെങ്കിലും കൂടെ ഇത് ഇനി നിർമ്മിക്കാൻ പറ്റുമോ എന്ന് ഫ്രാൻസ് ആലോചിക്കുകയാണ്. ചിലപ്പോൾ ഇന്ത്യയുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ റഫേൽ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു സാധ്യത കൂടി ഫ്രാൻസ് ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഓർഡറാണ് ഫ്രാൻസിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ പാകിസ്ഥാനും ചൈനയും നടത്തിയ കള്ളക്കഥകൾ ലോക രാജ്യങ്ങൾക്കറിയാം. ഞാൻ മുൻപും പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ വന്ന് പാകിസ്ഥാനികൾ ചിലപ്പോൾ നമ്മളെ കളിയാക്കും, ഭയങ്കരമായിട്ട് കമന്റ് ഇട്ട് അവർ സന്തോഷിക്കും. അതുപോലെ പാകിസ്ഥാൻ ചൈനീസ് അനുകൂല മാധ്യമങ്ങൾ വലിയ രീതിയിൽ ഇതിനെ ആഘോഷിക്കും. ഇന്ത്യക്ക് ഇതാ അവിടെ തിരിച്ചടി ഉണ്ടായി, ഇവിടെ തിരിച്ചടി ഉണ്ടായി എന്നൊക്കെ പറയും. പക്ഷേ ഈ വിവിധ രാജ്യങ്ങളുടെ ഇന്റലിജൻസ് ഏജൻസികൾ ഉറങ്ങുകയല്ല എങ്കിൽ അവർക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറിൽ എന്താണ് നടന്നത്, എത്രത്തോളം ഡാമേജ് ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് സത്യം തിരിച്ചറിയാൻ ലോകരാജ്യങ്ങൾക്ക് അറിയാം. സോ അതറിഞ്ഞിട്ടായിരിക്കും അവരുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ എന്തു വരുന്നു എന്നുള്ളത് അവിടെ ഒരു മാറ്ററേ അല്ല. അത് തന്നെയാണ് സംഭവിച്ചത്. റഫേൽ യുദ്ധവിമാനങ്ങൾ മികച്ച യുദ്ധവിമാനങ്ങൾ തന്നെയാണെന്ന് രാജ്യങ്ങൾക്ക് മനസ്സിലായി. ഇന്തോനേഷ്യ അടക്കം ഒരുപാട് രാജ്യങ്ങൾ റഫേൽ ഡീലുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെന്നാണ് സൂചന. സോ അമ്മാതിരി ഓർഡർ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് ഫ്രാൻസിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇന്ത്യയിലും നമ്മൾ Su-30MK റഷ്യൻ വിമാനം ഉണ്ടാക്കുന്നത് പോലെ റഫേൽ യുദ്ധവിമാനങ്ങൾ ചിലപ്പോൾ ഉൽപ്പാദിപ്പിക്കും. കാരണം ഇവിടെ മാൻ പവർ ഉണ്ട്, കോസ്റ്റ് വളരെ കുറവാണ്, ഉൽപ്പാദന ചെലവ് വളരെ കുറവാണ്. ഇന്ത്യക്കും എക്സ്പീരിയൻസ് ഉണ്ട് യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച്. നമ്മുടെ HAL ഒക്കെ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. സോ അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ റഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ട് ഫ്രാൻസ് കയറ്റുമതി ചെയ്യാൻ പോലും സാധ്യത കാണുന്നു. ഞാനിത് പറയാനായിട്ടുള്ള ഒരു കാരണം, നമ്മുടെ തേജസ് വിമാനം ദുബായ് എയർ ഷോയിൽ തകർന്നു വീണപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ സങ്കടം ഉണ്ടായിട്ടുണ്ട്, നാണക്കേട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ലോകത്ത് സ്ഥിരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രയും ഭയങ്കരമായിട്ട് ക്രിട്ടിക്കലായിട്ടുള്ള ടെക്നോളജീസിലാണ് ഈ വിമാനങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് യുദ്ധവിമാനങ്ങൾ. സോ ചെറിയൊരു ഫോൾട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു വില നമ്മൾ അതിന് നൽകേണ്ടി വരും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ തേജസിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ 100% നമ്മളല്ല എല്ലാ ഭാഗങ്ങളും അതിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ എഞ്ചിൻ പോലും നമ്മൾ പുറത്തുനിന്നാണ് വാങ്ങുന്നത്. ഒരു 60-70% പൂർണ്ണമായിട്ടും ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എഞ്ചിനൊക്കെ നമ്മൾ ഇപ്പോഴും US മെയ്ഡ് എഞ്ചിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഒരുപാട് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ മാത്രമല്ല, നമ്മൾ സ്വന്തം എഞ്ചിൻ കണ്ടുപിടിക്കാത്തതിന്റെ പോരായ്മകൾ തീർച്ചയായിട്ടും നമ്മുടെ യുദ്ധവിമാന നിർമ്മാണത്തെ കുറച്ച് നാളത്തേക്ക് കൂടി ബാധിക്കും. പക്ഷെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ തന്നെയാണ് സ്വന്തമായിട്ട് എഞ്ചിൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഈവൻ ചൈനയ്ക്ക് പോലും ഇപ്പോഴും ചൈനയ്ക്കൊരു മികച്ചൊരു എഞ്ചിൻ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ചൈന തട്ടിക്കൂട്ടിയൊക്കെ 1-2 ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. റഷ്യൻ എഞ്ചിനുകൾ കുറെ കാലം ഉപയോഗിച്ച് പിന്നീട് പതിയെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് ചൈന ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. സോ എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഒരു പ്രശ്നം അതാണ്. 2ാം ലോക മഹായുദ്ധ കാലത്തും ശീതയുദ്ധ സമയത്തും ഉണ്ടായിരുന്ന ഒരു മത്സരം ഇന്ന് ലോകത്തില്ല. അന്ന് ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജിയുടെ പരിഷ്കരിച്ച രൂപങ്ങളാണ് ഇന്ന് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും സോവിയറ്റും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇന്ന് വലിയ അഭിമാനത്തോടെ ഉപയോഗിക്കുന്ന പല ടെക്നോളജികളും ശരിക്കും അത് ലോകത്തിന് നൽകിയത് ജർമ്മനിയാണ്. ജർമ്മൻ സയന്റിസ്റ്റുകൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം
അമേരിക്കയുടെയും സോവിയറ്റിന്റെയും ഒക്കെ പിടിയിലാവുകയും അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ ഡെവലപ്പ് ചെയ്തെടുത്ത ടെക്നോളജീസും അതിന്റെ തുടർന്നുള്ള ലേറ്റസ്റ്റ് വേർഷൻസുമാണ് നമ്മൾ ഇന്ന് കാണുന്ന പലതും. സോ ഇന്ത്യക്ക് അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി ഒന്നും കിട്ടിയിട്ടില്ല. ഇന്ത്യ ആ ഒരു സമയത്ത് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ബ്രിട്ടന്റെ അധീനതയിലുമായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ ചരിത്ര പശ്ചാത്തലം കൂടി ഇവിടെ ഉണ്ട്. നമ്മളെ തേജസ് വിമാനം തകർന്നു വീണു എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും തേജസിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കില്ല എന്നൊരു വാദവും ഇപ്പോൾ വിവിധ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന്റെ കാരണം തേജസ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. മോസ്റ്റ് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന F-35 എത്ര എണ്ണം തകർന്നു വീണു? F-16 തകർന്നു വീണു, J-20 വീണിട്ടുണ്ട്, J-10 വീണിട്ടുണ്ട്, JF-17 വീണിട്ടുണ്ട്. ലോകത്തെ ഓൾമോസ്റ്റ് എല്ലാ യുദ്ധവിമാനങ്ങളും തകർന്നു വീണിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മുടെ തേജസ് തകർന്നു വീണത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിൽ ഏതൊരു യന്ത്രത്തിനും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു തകരാറ് പോലെ തന്നെ എല്ലാവരും കാണുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ജവാന്റെ വീരമൃത്യുവാണ് ഏവരെയും ഏറെ വേദനിപ്പിച്ചത്. ഇതിനിടയിൽ നമ്മുടെ അമേരിക്കയും റഷ്യയും ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ജവാന്റെ ആ ഒരു ജീവൻ, അദ്ദേഹത്തിന്റെ വീരമൃത്യുവിൽ അവര് വളരെ ദുഃഖം രേഖപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് US പൈലറ്റൊക്കെ ഒരുപാട് പേര് പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അവര് അവസാന ഘട്ടം നടത്താനിരുന്ന എയർ ഷോയിൽ അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ വേണ്ടാന്ന് വെക്കുക പോലും ചെയ്തു അവസാന ഘട്ടത്തിൽ. ഇത് അവസാന ദിവസമാണ് നടന്നത്. ഈ ഇന്ത്യയുടെ അപകടം നടക്കുന്നതിന് മുന്നേ അമേരിക്കയുടെ പല അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ ദുബായ് എയർ ഷോയിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ അപകടത്തിന് ശേഷം അമേരിക്ക നേരത്തെ നിശ്ചയിച്ചു വെച്ചിരുന്ന അവരുടെ അഭ്യാസ പ്രകടനങ്ങൾ അവർ വേണ്ടെന്ന് വെച്ചു. അവരുടെ പൈലറ്റുമാരൊക്കെ വളരെ വൈകാരികമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റഷ്യ ഒരു പ്രത്യേകമായിട്ടൊരു ഫോർമേഷൻ തന്നെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ ആ ജവാന് വേണ്ടിയിട്ട് അവരുടെ അഭ്യാസ പ്രകടനങ്ങളിൽ നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലോകത്തെ പ്രധാന ശക്തികൾക്കൊക്കെ നന്നായിട്ടറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ ഒരു ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച, അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കുന്ന ഒരു തിരിച്ചടി എന്ന് തന്നെ പറയാം, അത് അധികകാലം നിലനിൽക്കില്ല. തേജസ് ലോകത്ത് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന യുദ്ധവിമാനങ്ങളിൽ ഒന്നായിട്ട് ഭാവിയിൽ മാറുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് അതിന്റെ പുതിയ വേരിയന്റുകൾ വരാൻ കൂടി ഇരിക്കുകയാണ്. മാർക്ക് 1 ആണ് നമ്മളിപ്പോൾ കാണുന്നത്. മാർക്ക് 1A ഉണ്ട്, മാർക്ക് 2 ഉണ്ട്. മാർക്ക് 2 എന്ന് പറയുന്നത് ഡെഡ്ലി ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതൊരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് തന്നെ ആയിരിക്കും ഈ മാർക്ക് 2ന്റെ വരവെന്ന് പറയുന്നത്. അതുപോലെ AMCA, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ്, അത് 2028 മിക്കവാറും നമുക്ക് അതിന്റെ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാനും ആദ്യ പറക്കൽ നടത്താനും കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. സോ 2030 മുമ്പ് എന്തായാലും അത് നടക്കുമെന്ന് കൺഫേം ആണ്. ഇനി അടുത്തത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് കൂടി ഇന്ത്യയുടെ പണിപ്പുരയിലുണ്ട്. അതാണ് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ എന്ന് പറയുന്നത്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് MiG-29 റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എയർക്രാഫ്റ്റ് ആണത്. അതുപോലെ തന്നെ കാറ്റ്സ് വാരിയർ പോലെയുള്ള വലിയ ഡ്രോണുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മദർ ഷിപ്പ് സിസ്റ്റം ബേസ് ചെയ്തിട്ടുള്ള വലിയ ഡ്രോണുകൾ ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഘാതക് പോലെയുള്ള സ്റ്റെൽത്ത് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് ഇന്ത്യ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ ഇന്ത്യയുടെ പണിപ്പുരയിലുണ്ട്, പ്രത്യേകിച്ച് എയർക്രാഫ്റ്റുകളും ഡ്രോണുകളും. സോ ഇതൊക്കെ ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തേജസിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന അപകടം അത് ഇന്ത്യയുടെ ഫ്യൂച്ചറിനെ കാര്യമായി ബാധിക്കില്ല. നമുക്ക് ഉണ്ടായിരിക്കുന്ന നഷ്ടം ഒരു വിമാനം പോയി എന്നതിലുപരിയായിട്ട് നമ്മുടെ ജവാന്റെ ജീവൻ നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ആ നഷ്ടം നമുക്ക് നികത്താൻ കഴിയാത്തതാണ്. പക്ഷേ തേജസ് വിമാനത്തിന്റെ മാർക്കറ്റിനെയും ഫ്യൂച്ചറിനെയും ഈ അപകടം കാര്യമായി ബാധിക്കില്ല എന്നാണ് വിലയിരുത്തൽ. പ്രത്യേകിച്ച് ഇപ്പോൾ റഫേൽ യുദ്ധവിമാനങ്ങൾ തന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഇത്രയും വലിയ പ്രചാരണം, ഭയങ്കരമായ പ്രചാരണം, ഈവൻ അമേരിക്കൻ മാധ്യമങ്ങൾ പോലും ഫ്രാൻസിനെതിരായിട്ട് ഈ അവസരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ റഫേൽ വിമാനങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ള വ്യാജ പ്രചാരണം നടന്നിട്ടും അതിനെ അതിജീവിച്ചിട്ട് ഇപ്പോ നിന്ന് തിരിയാൻ സമയമില്ലാത്തത്ര വലിയ ഓർഡർ റഫേൽ വിമാനങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ, വിശേഷിച്ച് തേജസിന്റെ മാർക്ക് 1A അതുപോലെ മാർക്ക് 2 ഒക്കെ വലിയ രീതിയിൽ മാർക്കറ്റിൽ നിറഞ്ഞു നിൽക്കാൻ പോവുകയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഭാവിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം തേജസ് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളിൽ ഒന്ന് തന്നെയാണ്.